ഭയങ്കര സംഭവമാണ്. കൂടുതൽ തള്ളി തുറന്നിട്ട് പോകാന്ന് പറഞ്ഞാൽ എന്നടാ ചെയ്യുന്നത്? അതുപോലെ അത്ര മൊത്തം കിട്ടിയിരുന്നില്ല. മഴ കൊണ്ട് കളഞ്ഞു നോക്കുക ചോദിച്ചില്ല. താറാവ് മുതലാണ് നിൽക്കുന്നത്. അവൻ്റെ കൂടും പൊടിച്ചിട്ട് താറാവെല്ലാം കൂടി ഇതാണ് നിറഞ്ഞ നടക്കുന്നത്. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആ വഴിസൈഡിലാണ് ആ കൂട് വെച്ചതിന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ താറാവ് കൂട് ചവിട്ടി കൂടി പോയി നടക്കുമ്പോൾ 10-100 മുട്ട കിട്ടിയിട്ടുണ്ട്. 1000 താറാവുണ്ട്. മുട്ടയിടാൻ തുടങ്ങിയതുള്ളൂ. എന്നാലും 10-100 മുട്ട കിട്ടിയാണ്. ആ മുട്ട എല്ലാം എങ്ങോട്ടും കൊണ്ട് കിട്ടുക. എനിക്ക് എൻ്റെ മുതലാളിയാണ്, എൻ്റെ കൂട്ടുകാരാണ്, എൻ്റെ ചങ്കാണ്. എനിക്ക് അവർ യാതൊരു അവസ്ഥ ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഇവിടെ ഈ താറാവിനെ ഇപ്പം കൂട് ഒന്നും കൂടി സെറ്റ് ചെയ്ത് ആ താറാവിന് തീരെ കൊടുക്കാനുള്ള പരിപാടി നോക്കുന്നു. എന്നാ സംഭവിച്ച ചേട്ടാ? സംഭവിച്ചത് ഇന്നലെ രാത്രിയാണ്. ഇതെങ്ങനെയാ പോയത്? രാത്രി ഭയങ്കര മഴയും ഇതുമായിരുന്നു. ഇതുകൊണ്ട് വെള്ളം വന്നിട്ട് കണ്ടില്ലേ? അങ്ങനെ സൗകര്യമില്ല കൂടൊന്നും വെക്കാൻ. അതല്ലേ. മുട്ടയ്ക്ക് എത്ര വല്ലതും പോയി? ഇപ്പോൾ എത്രയാണെന്ന് അറിയാൻ പോലെ പോയി മൊത്തം. അയ്യോ അതല്ല. ഇതെങ്ങനെയാ അന്നേരം? ഇത് എത്ര താറാവ് എത്രയുണ്ട്? താറാവ് 10,000 കിലോ ഉണ്ട്. എൻ്റെ നാട്ടുകാരനാണ്. എൻ്റെ കുഞ്ഞിനെ മുതൽ കാണുന്നവനാണ്. അപ്പം എനിക്ക് ഇവരെ പഠിക്കാൻ പറ്റില്ല. ഇവരെ നമ്മുടെ ചങ്കെന്ന് പറഞ്ഞാൽ ഏത് ആവശ്യം ഞാൻ വിളിച്ചാലും എപ്പം വിളിച്ചാലും അവൻ എന്നോടൊപ്പം അവൻ വിളിച്ചാൽ ഞാനും അവൻ്റെ ഒപ്പം. ഈ താറാവ് ഇങ്ങനത്തെ വൃത്തികെട്ട പാടി കാണിച്ച് നോക്കുന്നില്ല. കൂടും പൊളിച്ച് പോയിട്ട് മുട്ട മൊത്തം പോയിട്ട് ഇപ്പം അവൻ കൂടി ഒന്നുകൂടി ശരിയാക്കി തീറ്റ കൊടുക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. എന്തുകൊണ്ട് നിറവും ആളുകൾ പാടുന്നത്. ഇനിയിപ്പം അവൻ്റെ മുട്ട മൊത്തം പോയതുകൊണ്ട് അവൻ്റെ കാര്യം പരിതാപകരമാണ്. മുട്ട ഇടാൻ തുടങ്ങിയതുള്ളൂ. 10,000 താറാവുണ്ട്. പോയെങ്കിലും അവന് കേട്ടില്ല. കാരണം പുള്ളി ഇങ്ങനെ ചെറുപ്പം ഒരു താറാവ് വളർത്തിയതിനെ പൊടിച്ചിട്ടായാലും കണ്ടില്ല. ഇഷ്ടംപോലെ താറാവ് കുഞ്ഞിനെ മുതൽ അവൻ്റെ അച്ഛനും കഴിപ്പിച്ച പാരമ്പര്യത്തോടാകും. അപ്പോൾ അവന് താറാവിനെ നോക്കാനും താറാവിനെ സംരക്ഷിക്കാനുള്ള ഇതുണ്ട്. പക്ഷെ അവൻ ഇന്നലെ 12 മണി വരെ ഈ താറാവിൻ്റെ കൂടിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഈ 12 മണി കഴിഞ്ഞ് അവൻ മഴ പെയ്തപ്പോൾ അടുത്ത വീട്ടിലോടൊന്നും പോയതാണ്, മയങ്ങാൻ പോയതാണ്. എന്നാലായി താറാവ് ഈ ഇത്രയും വൃത്തിയുടെ ചെറിയാണ്. താറാവ് വൃത്തിയുടെ ഒന്നും കേട്ടോ. താറാവ് നല്ല താറാവ് മറ്റു കാര്യമില്ല. വഴി കൂടി വഴിസൈഡായതുകൊണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതിൻ്റെ ഒച്ചയും ബഹളവും കേട്ട് താറാവ് ഈ പാലക്കത്ത് ഈ കൂടിൻ്റെ പാലക്കത്ത് ചവിട്ടി അങ്ങനെ ഇതാണ് കൂട്. അവൻ നമ്മളെ അങ്ങനെ കാണില്ല. എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റിയില്ല. അത് വേറെ ഉണ്ട്.